കാലവർഷം കനത്തതോടെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടർച്ചയായ ദിവസങ്ങളിൽ അവധി നൽകിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. സ്കൂളുകൾക്ക് അവധി നൽകുന്നതിന് കളക്ടർമാർക്ക് മുന്നിലുള്ള നടപടിക്രമങ്ങൾ അറിയാം. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. മറ്റു ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് കാണുമ്പോൾ സ്വന്തം ജില്ലയ്ക്കും അവധി ആവശ്യപ്പെട്ടുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും നിവേദന പ്രളയമാണ് കളക്ടർമാരുടെ സമൂഹ മാധ്യമ പേജുകളിൽ. എന്നാൽ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ചില നടപടിക്രമങ്ങൾ പാലിച്ച് അവധി പ്രഖ്യാപിക്കാനാകൂ. ഫേസ്ബുക്ക് പേജുകളിലെ പരാതിപ്പെരുമഴയല്ല, നാട്ടിൽ പെയ്യുന്ന മഴയുടെ ശക്തിയാണ് അവധി നിർണ്ണയിക്കുക. അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന റെഡ് അലേർട്ട് ജില്ലയിൽ പ്രഖ്യാപിച്ചാൽ പിന്നാലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാറാണ് പതിവ്. എന്നാൽ അതിൽ മാറ്റം വരാം. കാലാവസ്ഥ അലേർട്ടുകൾ ഒരു സൂചനയാണ് നൽകുന്നത്, പ്രവചനം പോലെ സംഭവിക്കണമെന്നില്ല. അതിനാൽ താലൂക്ക് തലത്തിൽ ശേഖരിക്കുന്ന മഴയുടെ ശക്തി കണക്ക് ജില്ലയിൽ ക്രോഡീകരിക്കും. റെഡ് അലേർട്ടിനു പുറമെ ജില്ലയിലാകെ ശക്തമായ മഴയും കൂടിയുണ്ടെങ്കിൽ അവധി നൽകാൻ കളക്ടർ തീരുമാനിക്കും. റെഡ് അലേർട്ട് ഉണ്ടെങ്കിലും മഴയില്ലെങ്കിൽ അവധി വേണ്ടെന്ന് അപൂർവ സന്ദർഭങ്ങളിൽ കളക്ടർമാർ തീരുമാനിക്കാറുണ്ട്. മഴയുടെ ശക്തി, വെള്ളക്കെട്ട്, ഉരുൾപൊട്ടൽ ഭീഷണി, നദികളിലെ ജലനിരപ്പ്, റോഡുകളുടെ അവസ്ഥ, തഹസിൽദാർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും റിപ്പോർട്ടുകൾ എന്നിവ പരിഗണിച്ചാണ് ഓറഞ്ച്, യെല്ലോ അലേർട്ടുള്ളപ്പോൾ കളക്ടർ അവധിക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങളുമായി ഒത്തുനോക്കും. ഇതിനു പുറമെ ജനപ്രതിനിധികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമുള്ള ആവശ്യങ്ങളും പരിഗണിക്കാറുണ്ട്. റെഡ് അലേർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നൽകുന്ന അവധികളുടെ കാര്യത്തിൽ തീരുമാനം നേരത്തെ എടുക്കാൻ കഴിയും. എന്നാൽ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമ്പോൾ വൈകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഏറെ വിമർശനം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.